നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാട്ടിലോട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിന്റെ ആവേശത്തിലേക്ക് എത്തിയിരിക്കുകയാണ്, കൊടുമുടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വിധി എഴുതാൻ. നമ്മൾ ഇന്നുള്ളത് തിരുവനന്തപുരത്തെ വെള്ളറട പഞ്ചായത്തിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നാട്ടിലോട്ട് ഷൂട്ട് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ എവിടെ ഇനി അടുത്ത ഭക്ഷണം കഴിക്കുമെന്ന് ആലോചിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഗംഭീര ഇടമാണിത്. കണ്ണൂർ കോണം നാടൻ ഭക്ഷണശാല. വിഭവങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ? ഇവിടുത്തെ വിഭവങ്ങൾ മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത, വിഭവങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. അതിനൊപ്പം തന്നെ ഇവിടെ അടുത്തുള്ള സ്ഥാനാർത്ഥികളെല്ലാം മിക്കയിടങ്ങളിലെയും സ്ഥാനാർത്ഥികൾ ഉച്ചഭക്ഷണത്തിനായിട്ട് ആശ്രയിക്കുന്ന ഒരു കട കൂടിയാണ്. അപ്പം നമുക്ക് അവരെ അവിടുന്ന് പിടിക്കാൻ നമുക്കൊപ്പം ചേരുന്നത് അരുണാണ്, ഞങ്ങളുടെ നെയ്യാറ്റിൻകര പ്രതിനിധിയാണ്. അരുണേ, നമസ്കാരം. എന്താണ് ഇവിടുത്തെ ഒരു പ്രത്യേകത? ഇവിടുത്തെ ഒരു പ്രത്യേകത വെള്ളറട ഗ്രാമപഞ്ചായത്തിലെ കിളിയിലുള്ള ഒരു സ്ഥലമാണ് കണ്ണൂർക്കുളം. ജോണേട്ടൻ 18 വർഷമായിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഇലക്ഷന് ഈ പാറശാല മണ്ഡലത്തിലെ കുന്നത്തുകാൽ, ആര്യങ്കോട്, ഒറ്റശേരവില തുടങ്ങിയ എല്ലാ പഞ്ചായത്തിലുള്ള സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയം മറന്ന് അന്നം കഴിക്കാനെത്തുന്ന ഒരു ഇടമാണ്. ആദ്യം നമുക്ക് പരിചയപ്പെടേണ്ട ജോണേട്ടനാണ്. ജോണേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പൊ തിരക്കിലായിരിക്കും എപ്പോഴും. നല്ല ഗംഭീര സമയത്താണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. കൃത്യം 1 മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മൾ വന്നത്. അപ്പൊ നമുക്ക് കടയൊന്നും മൊത്തം നമുക്ക് കാണാം. ഇല്ലാത്ത വിഭവങ്ങളൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. മീനും ചിക്കനും ബീഫും എന്ന് വേണ്ട എല്ലാം ഉണ്ട്. തീർച്ചയായും ഇവിടെ എല്ലാ വിഭവങ്ങളും, അതും സാധാരണ എല്ലാം വിറകടുപ്പിലാണ് ഇവിടെ സാധാരണ പാചകം ചെയ്യുന്നത്. അപ്പുറത്തൊരു യൂണിറ്റ് ഉണ്ട്. അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ഇവിടെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇവർ ചെയ്യുന്നത്. എല്ലാ വിഭവങ്ങളും ഇവിടെ തിരക്കിലാണ്. നമുക്ക് അകത്തോട്ട് പോകണം. സ്ഥാനാർത്ഥികളും ഒക്കെ ഉണ്ട്. അതെ അതെ, ജോണേട്ടൻ തിരക്കിലാണല്ലേ? നമസ്കാരം. എങ്ങനെയുണ്ട് ഇവിടെ? സ്ഥാനാർത്ഥികളെല്ലാം വരുന്ന കടയാണെന്ന് അറിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. അവരിവിടെ വരുമ്പോ ഒരു മനസ്സാണെന്നാണല്ലോ അറിയുന്നത്. എല്ലാ പാർട്ടിക്കാരുണ്ട്. ഇവിടെ വരുമ്പോ അവർക്ക് രാഷ്ട്രീയമില്ല, വയറിനല്ലേ രാഷ്ട്രീയമില്ല. എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെ പോകുന്നു? എത്ര വർഷമായിട്ട് ഇവിടെ കട ഇപ്പൊ നടക്കുന്നത്? ഇത് 18ാമത്തെ വർഷം. 18ാമത്തെ. എന്താണ് നമുക്ക് വന്നിരിക്കുന്ന ഒരു മാറ്റം? എന്തെങ്കിലും ഒരു മാറ്റം? വലിയ മാറ്റമല്ല, നമ്മള് പഴയ പോലെ പോവുകയാണ്. മാറ്റം വരുത്താത്തതാണ് നമ്മുടെ വിജയം തോന്നുന്നത്. എന്തൊക്കെയാണ് സ്പെഷ്യൽ? എന്താണ് ഇവിടുത്തെ ഇപ്പൊ ഉള്ളത്? പോത്ത്, ബീഫ്, നാടൻ കോഴി, പന്നി, വാങ്കോഴി, താറാവ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ചിക്കൻ ലെഗ്, കാട, മുയൽ മാത്രമൊന്നുമില്ല, ബാക്കിയുള്ള എല്ലാം ഉണ്ട്. മുയലുണ്ട്. പിന്നെ മീൻ, പുഴ മീനുണ്ട്. അത് നമ്മുടെ ഒരു ബ്രാൻഡ് സാധനമാണ്, അതുകൊണ്ട് പറഞ്ഞു കൊടുക്കില്ല. അപ്പൊ തിരക്കിലാണ്. ഞങ്ങൾ സ്ഥാനാർത്ഥികളേക്ക് ഒന്ന് കാണട്ടെ. ശരി ശരി. അപ്പൊ ഇതാ ഇവിടെ ഇങ്ങനെ സെക്ഷനായി തിരിച്ചുകൊണ്ട് അരുണേ, സ്ഥാനാർത്ഥികളാണോ ഇതെല്ലാം? ശരി ശരി, നമസ്കാരം. എന്താണ് ഇലക്ഷൻ ആയിട്ട് ഇവിടെ വന്ന് തിരക്കൊക്കെ കഴിഞ്ഞോ? അതോ ഇലക്ഷൻ അല്ലെങ്കിലും ഞങ്ങൾ ഇതുവഴി പോകുമ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കും. പേര് പറഞ്ഞോ ചേട്ടാ. പേര്? എൻ്റെ പേര് ചന്ദ്രനാണ്. അപ്പോൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ കൊള്ളാം, നല്ല രീതിയിൽ അടിപൊളി ഊണൊക്കെ, നല്ല അടിപൊളി ഊണാണ്. നല്ല ഭക്ഷണം, എല്ലാ കറികളും. ഇവിടെ ചർച്ചകളില്ല, രാഷ്ട്രീയമില്ല. അതെ അതെ. സ്ഥാനാർത്ഥിയാണ്. പേര് പറഞ്ഞോളൂ. സുധയാണ് എന്റെ പേര്. പാട്ടന്തലക്ക വാർഡ്. എങ്ങനെയുണ്ട് ഭക്ഷണം? കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ. ഞങ്ങൾ ഇവിടെ പോകുമ്പോ ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. കുഴപ്പമില്ല, കുറച്ച് നാളല്ലേ, കുഴപ്പമില്ല. എല്ലാവരും വലിയ കാര്യമാണ്. എല്ലാം കൃത്യസമയത്ത് എല്ലാ സാധനങ്ങളും എത്തിക്കും. ഇവിടെ വരുമ്പോ നമ്മള് ബാക്കിയുള്ള സ്ഥാനാർത്ഥികളൊക്കെ കാണാറുണ്ട്. അപ്പൊ രാഷ്ട്രീയം ഉണ്ടോ ഇവിടെ? ഇവിടെ രാഷ്ട്രീയമില്ല. കഴിക്കണ ഇവിടെ തന്നെ. ഇവിടെ വരുമ്പോ ഒരു കണ്ടുമുട്ടലും. എന്താണ് ജനങ്ങൾ പറയുന്ന ഒരു ഏറ്റവും വലിയ ആവശ്യം നിങ്ങളുടെ വാർഡില്? നമ്മുടെ വാർഡില് ആവശ്യങ്ങൾ പലതും അവര് പറയും. അവർക്ക് വീട് കൊടുക്കണം, പിന്നെ റോഡുകൾ നന്നായി കൊടുക്കണം. ഇതൊക്കെയാണ് അവരുടെ ആവശ്യം. വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. വാഗ്ദാനം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. മെമ്പറായിരുന്നു. പൊതുരംഗത്ത് പുതിയ ആളല്ല. അപ്പൊ ആവശ്യമില്ല. 10 വർഷം ഇരുന്നതാണ്. 10 വർഷം ഇരുന്നതാണ്. അതുകൊണ്ട് പരിചയപ്പെടുത്തല് വേണ്ട. ഒന്ന് പരിചയപ്പെടുത്താമോ? പേര് അനിത. വർക്കിന് ഇവിടെ വന്നതാണ്. വർക്കിന് വന്നാണ്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയിട്ട്? എങ്ങനെയുണ്ട്? കൊള്ളാം, കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ആളുകളുടെ? നമുക്ക് അനുകൂലമാണോ? അനുകൂലമാണ്. അപ്പൊ ഇവിടെ വരുന്ന എപ്പോഴും വന്ന് ഭക്ഷണം കഴിക്കാറുണ്ടോ? ഇവിടെ വരുള്ളൂ. എന്താണ് സ്പെഷ്യൽ ഇവിടുത്തെ? ചേട്ടൻ എന്താണ് കഴിക്കുന്നത്? പൊറോട്ടയും പോത്തും. പൊറോട്ടയും പോത്തും ഗംഭീരാണോ? ഗംഭീരാണ്. ഇവിടെ എല്ലാ വെറൈറ്റിയും ഉണ്ട്. കൊഞ്ച്, ബീഫ്, താറാവ്, കാട, പോത്ത്, സർവത്ര ഇറച്ചിയുണ്ട്. അത് കള്ളിയോട് വാർഡ് എല്ലാവരും മെമ്പറാണ്. പേര് ഷൈൻ രാജ്. വേണേ ഒരു ഓട്ടോ ചോദിച്ചോളൂ. നമുക്ക് നമ്മളിപ്പോ അതിന് മുമ്പ്
ടെലികാസ്റ്റ് ചെയ്യും. ആരുടെ തൊട്ട് ഇതാ അങ്ങോട്ട് പ്രേക്ഷകരോട്. പ്രശ്നം എന്നെ കാണുന്ന കല്ലുകൂടിലെ വാർഡിലെ നിവാസികൾ എല്ലാവരും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ? പ്രചരണമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ പ്രതീക്ഷയാണ്. കഴിഞ്ഞ പഞ്ചായത്തിന്റെ കോൺഗ്രസ് നമ്മുടെ വാർഡ് പഞ്ചായത്ത് കോൺഗ്രസിന്റെ ഭരണമായിരുന്നു. ആ സമയത്ത് ചെയ്ത വികസനങ്ങൾ തന്നെയാണ് നമുക്ക് വോട്ട് ചോദിക്കാനുള്ള ഒരു പ്രചോദനം. രണ്ടാമത് ഇടതുപക്ഷ സർക്കാരിന്റെ ഇപ്പോഴത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഈ ശബരിമല ബന്ധപ്പെട്ടും സാധാരണ നിത്യവിഭവ സാധനങ്ങളുടെ വിലക്കയറ്റങ്ങളും ഇതൊക്കെ പ്രചരണത്തിൽ ജനങ്ങൾ വോട്ടാക്കി മാറ്റുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. എന്തൊക്കെ വിഷയങ്ങളാണ് പറയുന്നത്? രാഹുൽ മാങ്കൂട്ടം രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയായിട്ട് അധിഷ്ഠിതമല്ലല്ലോ. അത് വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിന് പാർട്ടിയും കോടതിയൊക്കെ നോക്കുമല്ലോ. അത് പ്രശ്നമല്ല. രാഹുൽ മാങ്കൂട്ടം മാത്രമല്ലല്ലോ കോൺഗ്രസ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടല്ലോ. അപ്പോൾ അതും കൂടെ വിലയിരുത്തണ്ട. രാഷ്ട്രീയം എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് സൈഡ് അപ്പുറത്തെ സൈഡിലും ഉണ്ടല്ലോ. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയാണ്. നല്ല പൾസാണ്. ഹോട്ടൽ എന്റെ വീട് തൊട്ടടുത്താണ്. എന്റെ ഒരു അകന്ന ബന്ധുവും കൂടെയാണ്. സ്ഥിരം കസ്റ്റമറാണ്. ചോദിക്കാറുണ്ട്. നമ്മളൊന്ന് സഹായിച്ചേക്കണം എന്ന് പറയും അല്ലേ? ശരി, അപ്പൊ നടക്കട്ടെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇപ്പുറത്ത് കുറച്ച് പേരുണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം. ചേട്ടാ, ശല്യപ്പെടുത്തുന്നതിൽ ക്ഷമിക്കണം. സ്ഥാനാർത്ഥിയാണ്. ബിനുകുമാർ, മാനൂർ വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. ഒന്ന് വോട്ട് ചോദിച്ചു. എങ്ങനെയാ വോട്ട് ചോദിക്കുന്നത്? നമുക്ക് ഒരുപാട് പേരോട് പെട്ടെന്ന് എത്തിക്കാം. വോട്ട് ചെയ്ത് സഹായിക്കണം എന്നാണ് പറയാനുള്ളത്. അഭ്യർത്ഥിക്കുന്നു. ശരി ശരി. ചേട്ടാ, എങ്ങനെയുണ്ട് പൾസൊക്കെ? പൾസൊക്കെ നല്ല പൾസാണ്. നല്ല പ്രതികരണമാണ്. ആളുകളുടെ ഇടയിൽ നല്ല ഒരു പ്രതികരണമുണ്ട്. ജയിക്കാനുള്ള എന്തൊക്കെ വിഷയങ്ങൾ പറയുന്നുണ്ട്? വിഷയം വികസനമാണ്. വികസനം, വാർഡിന്റെ വികസനമാണ് ഒരു പ്രധാന വിഷയം. വാർഡിലെ വികസനം കുറവാണ്. അത് ഇനി വികസനം ഉണ്ടാവുന്ന എന്നാണ് അവർ പറയുന്നത്. അത് നമ്മളെ കൊണ്ട് നമ്മൾ ജയിച്ചു വന്നാൽ ചെയ്യുമെന്നുള്ളത് ശുഭപ്രതീക്ഷയുണ്ട്. അത് ആളുകളും നമ്മളെ സഹായിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വോട്ടായിട്ട് സഹായം ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് വിഷയങ്ങളൊക്കെ? എന്തോ പറയാനുണ്ട്, പറഞ്ഞോ. ഒന്നും പറയാനില്ല. നരേന്ദ്രമോദിയുടെ വികസനം നമ്മുടെ പഞ്ചായത്തിൽ എല്ലാവർക്കും എത്തണം. അതാണ് നമ്മളെ ഉദ്ദേശം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കുന്നത്. ഇപ്പൊ നമ്മൾ എല്ലാ ഈ 2-3 വാർഡിലും നമ്മൾ ജയിക്കും എന്നാണ്. മാനൂർ വാർഡ്, ഡാലിമം വാർഡ്, പാടത്തല വാർഡ് എല്ലാം നമ്മൾ ജയിക്കുമെന്നാണ് പ്രതീക്ഷ. എല്ലാ വാർഡിലും നരേന്ദ്രമോദിയുടെ വികസനം വരണം. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. എന്റെ അടുത്ത് ചോദിക്കണം. ഞാൻ പൊറോട്ട കഴിക്കാൻ പോവാണ്. ആണോ? പൊറോട്ട ഇവിടെ ഇഷ്ടമാണോ? ഇവിടുത്തെ നല്ല ഇഷ്ടമാണ്. എപ്പോഴും പൊറോട്ട കഴിക്കുന്നതാണ്. വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതാണ് ചേട്ടന്റെ പേര് പറഞ്ഞേ? അപ്പുകുട്ടൻ നായർ. ഇത് തന്നെയാണ് ബിജെപി വരണമെന്നാണ് ആഗ്രഹം. ബാക്കി വേറെ വിഷയങ്ങളൊന്നും നോക്കുന്നില്ല. ബിജെപി വന്നാലേ രക്ഷയുള്ളൂ. ചേട്ടാ, പേരെന്താണ്? പ്രസാദ്. പ്രസാദ്, ഞാൻ ഇടതുപക്ഷത്തിന്റെ പ്രചാരകനാണ്. ഞാൻ മുമ്പേ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം കോൺഗ്രസ് ഭരണത്തിൽ വികസനം പാടെ നിശ്ചലമായി. എന്നാൽ ഇവിടെ നിന്ന് ജയിച്ചു പോയ CK ഹരീന്ദ്രൻ എന്ന MLA അദ്ദേഹം കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രമേ ഈ പഞ്ചായത്തിലുള്ളൂ. ഇവിടെ ഒരു സ്റ്റേഡിയം കൊണ്ടുവന്നു. അങ്ങനെ ഒരു മലയിൽ കൊണ്ടുവച്ചിട്ട് ആ സ്റ്റേഡിയത്തിൽ പ്രവർത്തനം നിലച്ചിരിക്കുന്നു. പിന്നെ ആളുകൾ അടക്കം ചെയ്യുന്ന ഒരു ശ്മശാനം ഉണ്ടാക്കിയതുകൊണ്ട് കാണാനില്ല. എടുത്തു പറയത്തക്ക ഏതൊരു വികസന പ്രവർത്തനങ്ങളും കഴിഞ്ഞ UDF ഭരണകാലത്ത് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്. ഈ നരേന്ദ്രമോദിയുടെ വികസനത്തെ പറ്റി അദ്ദേഹം പറഞ്ഞു. ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പദ്ധതികൾ, നാട്ടുകാരെ മാറോട് ചേർത്ത് പിടിക്കുക, ഒന്ന് ക്ഷേമ പെൻഷൻ, അതുപോലെ പൊതുവിതരണ സമ്പ്രദായം, വൈദ്യുതിക്ക് പവർ കട്ടില്ലായ്മ, ട്രാൻസ്പോർട്ടിൻ്റെ വികസനം, യാത്രക്കാരുടെ സുഖമായിട്ട് നമുക്ക് ഞാൻ 10 കൊല്ലക്കാലം 20 കൊല്ലക്കാലം തിരുവനന്തപുരത്ത് ബസ്സിൽ യാത്ര ചെയ്തതാണ്. അന്ന് 1-2 ബസ് ഉണ്ടായിരുന്നത്. ഇത് സിസ്റ്റം പോലെ 20 മിനിറ്റിലൊരിക്കൽ ട്രിവാൻഡ്രത്തേക്ക് കാട്ടാക്കട പോസ്റ്റ് പാസഞ്ചർ ഉണ്ട്. എല്ലാ വികസനങ്ങളും ഉണ്ട്. വേറെ കാര്യങ്ങൾ ചോദിക്കണം. ഈ ആളുകളെ എപ്പോഴും രാഷ്ട്രീയം പറയുമ്പോൾ ഇപ്പൊ നിലനിൽക്കുന്ന വിഷയങ്ങൾ പറയും. ശബരിമലയൊക്കെ അവർ പിടിച്ചോണ്ട് വന്നാൽ നമ്മൾ എന്താ മറുപടി? ആയിക്കോട്ടെ, ശബരിമലയിൽ തെറ്റ് ചെയ്തവരെ അകത്താകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ആരായാലും തെറ്റ് ചെയ്ത് അകത്താവണം. കളങ്കം ഉണ്ടായാൽ ആ കളങ്കത്തെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനത്തെ ആളുകളെ സംരക്ഷിക്കാൻ ഞങ്ങളില്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ മാങ്കോട്ടത്തിൻ്റെ കാര്യത്തോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഞങ്ങളുടെ പാർട്ടിയിൽ പുഴുക്കുത്തുകൾ ഉണ്ടായിരിക്കാം. അവരെ നമ്മൾ വെച്ചുറപ്പിക്കില്ല, ഒറ്റപ്പെടുത്തി കളയും. നമ്മൾ ജനങ്ങളോടൊപ്പമാണ്. ഈ പറയുന്നത് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം നടക്കുന്നത്. ഈ പിള്ളേരുടെ ഞങ്ങൾ
വൻ ഭൂരിപക്ഷത്തിൽ ഒരു തർക്കമില്ല. വൻ ഭൂരിപക്ഷത്തെ ഒരു വെള്ളറട പിടിക്കുന്നതാണ് പറയുന്നത്. ചേട്ടാ വരാം. എങ്ങനെയാണ് എന്താ തോന്നുന്നത്? എനിക്കൊന്നും പറയാനില്ല, എന്നോട് ചോദിക്കരുത്. വോട്ടുണ്ടോ? വോട്ടുണ്ട്. അപ്പൊ വോട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ് ചേച്ചി സ്പെഷ്യല്? പോത്ത്. അടിപൊളി. പറയൂ എന്താണ്? അപ്പം വോട്ട് ചെയ്യണം നമ്മൾ നേരത്തെ ആലോചിച്ചാണോ അതോ പഞ്ചായത്തിലെ പല പല കാര്യങ്ങൾ? അത് ഞാൻ അറിയണ്ടേ? എന്റെ അച്ഛനാണ് സ്ഥാനാർത്ഥി. വേറെ ആർക്കും എനിക്ക് വോട്ട്. ഓക്കെ, പേര് പറഞ്ഞു. എന്ത് ചെയ്യുന്നു? ബികോം. ഈ യുവതലമുറ പുതിയ ഒരുപാട് പേര് സ്ഥാനാർത്ഥികളായിട്ടൊക്കെ മത്സരിക്കുന്നുണ്ട്, എല്ലാ മുന്നണിയിൽ നിന്നും ഉണ്ട്. അതിനോട് എങ്ങനെയാ അഭിപ്രായം? നല്ല അഭിപ്രായം. നല്ലതാണോ? യുവാക്കൾ വരണം, പുതിയ ഇന്നോവേഷനായിട്ട് ഒരു ഐഡിയസ് വരണം, കുറച്ച് കാര്യങ്ങൾ. അടിപൊളി. അപ്പൊ പോത്തും പൊറോട്ടയും പോട്ടെ. എന്താണ് ചേട്ടാ പറയാനുള്ളത്? മാനൂർ വാർഡിൽ മത്സരിക്കുന്നതാണ് നമ്മളെ ബിനു. അപ്പൊ മാനൂർ വാർഡിൽ ഇപ്പോ ഒരു പുതിയ നല്ലൊരു വികസനം ഇനി നമുക്ക് ഉണ്ടാവണം. അപ്പൊ ഒരുപാട് കാര്യങ്ങള് നമ്മളെ മാനൂർ വാർഡിൽ ചെയ്യാനുണ്ട്. അപ്പൊ കഴിഞ്ഞ അവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് തോട്ടിന്റെ കരകള് അങ്ങനെ ഒരുപാട് പണികൾ വർക്കുകൾ ചെയ്യാനുണ്ട്. മറ്റുള്ള 2 പാർട്ടിക്കാർ നിന്നിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ ബിനു ജയിക്കുവാണെങ്കിൽ അവിടെ ഇതെല്ലാം ചെയ്തു കൊടുക്കാൻ അവൻ തയ്യാറാണ്. ഞാൻ പടത്തിലൊക്കെ നാട്ടിലാണ്. ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷെ നമ്മൾ കപ്പിനും ചുണ്ടിനിടയിലെ നഷ്ടപ്പെട്ട വാർഡാണ്. തിരിച്ചു പിടിക്കണം. അതിനുവേണ്ടി ആത്മാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്ന നല്ലൊരു ടീം തന്നെ ഉണ്ട്. യുവതലമുറയുണ്ട്. നമ്മുടെ സ്ഥാനാർത്ഥികൾ അപ്പുറത്തുണ്ട്. ശരി, അപ്പൊ അവരുടെ അടുത്ത് കൂടെ ഞാൻ ചോദിക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇവിടെ എന്താണ് ഒന്നും പറയില്ല ഇലക്ഷനെ കുറിച്ച്. പണി കഴിഞ്ഞ് വന്ന് എന്താണ് എന്താ പറയാനുള്ളത്? മാറി വരണം. ആരും ഒരു ഒറ്റയാളൊക്കെ ഭരിക്കേണ്ട കാര്യമില്ല അല്ലേ? മാറി വരുമ്പോഴേ ശരിയാത്തുള്ളൂ. പിന്നെ ജനങ്ങളെ മനസ്സിലാവുള്ളൂ. ഇവിടുത്തെ സ്പെഷ്യൽ എന്താ? ഇവിടുത്തെ സ്പെഷ്യൽ എല്ലാ നമ്മളെ തിരിച്ചു കടിക്കാത്ത എല്ലാം ഇവിടെ ഉണ്ട്. പന്നിയിറച്ചി, പോത്തിറച്ചി, വാങ്കോഴി. ഗംഭീര കടയാണ്. എന്താണ് പറയാനുള്ളത്? പുതുതലമുറ വരുന്നുണ്ട്, ഒരുപാട് പേര് കാൻഡിഡേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കൃത്യമായ രാഷ്ട്രീയമുള്ള ആളാണോ? വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ LDF ഗവൺമെന്റ്, നിലവിലുള്ള ഗവൺമെന്റ് നമ്മളെ നന്നായിട്ട് ഭരിക്കുന്നുണ്ട്. കാരണം യുഎൻഎയുടെ സാമ്പത്തിക വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കുന്നതിനേക്കാൾ യുഎൻഎയുടെ സാമ്പത്തിക ഗവൺമെന്റ് വെച്ച് നമ്മുടെ കേരള ഗവൺമെന്റ് വളരെ വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോടെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വിദ്യാഭ്യാസമായാലും തൊഴിലവസരങ്ങളായാലും പല വിധ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും നന്നായിട്ടുള്ള ഭരണം തന്നെയാണ്. പിന്നെ നമ്മൾ പ്രാദേശികമായിട്ടുള്ള ഇവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിലും ഇവിടെ ഗവൺമെന്റ് നടത്തുന്ന നയപരിപാടികളാണ് കൂടുതലായിട്ട് ഇവിടെ കൊണ്ടുവരുന്നത്. തൂത്തുവാരും ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. BJP കാരൊക്കെ ഇടുന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ടും കൂടി ഒന്ന് വരുവാണ്. നിങ്ങളെ ശല്യം ചെയ്യാണെന്ന് എനിക്കറിയാം. എങ്കിലും എന്താണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു പൾസൊക്കെ വന്നു തുടങ്ങി? വന്നു തുടങ്ങി. സൂപ്പറായിട്ട് കിടക്കണേ. പാട്ടത്തിലൊക്കെ വാർഡാണ്. അപ്പൊ എങ്ങനെയുണ്ട് അവിടെ? ജനങ്ങൾ എന്താ പറയുന്നത്? ജനങ്ങളെല്ലാം അടിപൊളി, നല്ല അഭിപ്രായം. ആർക്കായിരിക്കും മുന്നണി അവിടെ മുൻതൂക്കം? BJP ആണ് എന്നാണ് വിശ്വാസം. ചേട്ടൻ എന്താ പറയുന്നത്? കപ്പയും പന്നിയും ഇവിടെ വെറൈറ്റി സാധനങ്ങളാണ്. ഓക്കെ, പറയും. കുഴപ്പമില്ല. നല്ല രീതിയാണ് BJP മുന്നോട്ട് പോകുന്നത്. കുറെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവിടെ ഇരിക്കുന്നവരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് അതിനെയൊക്കെ കാണുന്നത്? ഇപ്പം BJP സ്ഥാനാർത്ഥി ജയിച്ചു വന്നതിന് ശേഷം നമുക്ക് കേന്ദ്ര ഭാഗത്തു നിന്നുള്ള ആനുകൂല്യങ്ങളെല്ലാം നേടി ജനങ്ങൾക്കെല്ലാം കൊടുക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം, ആഗ്രഹം. അത് ഉറപ്പായിട്ടും ജയിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ശരി. അവിടെ ഏറ്റവും വലിയൊരു ആവശ്യം എന്ന് പറയുന്നത് എന്തായിട്ടാ ഉള്ളത്? താമസിക്കുന്നിടത്ത് ഏറ്റവും വലിയ ആവശ്യം പിന്നെ ഒരു സ്റ്റേഡിയം വേണം. സ്റ്റേഡിയം അതാണ്. ആദ്യ വഴി നിൽക്കുന്ന കുറച്ച് വീടുകളുണ്ട്, അവർക്ക് നമ്മൾ പൂർത്തീകരിച്ച് കൊടുക്കും. ലൈഫിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ലൈഫ് പദ്ധതിയിൽ അത് അവർക്കൊന്നും ക്യാഷ് ഒന്നും കിട്ടിയിട്ടില്ല. അത് പൂർത്തീകരിക്കണമെന്നാണ് നമ്മൾ അവരുടെ. രണ്ടുപേരും കൂടെ ഒരു കപ്പ ആണ്. അത്രയും മതി നമുക്ക്. ഇവിടുത്തെ ചേട്ടാ എന്താണ് രാഷ്ട്രീയ സാഹചര്യം നിലവിലെ? രാഷ്ട്രീയ സാഹചര്യങ്ങൾ വേറൊന്നുമില്ല. നമുക്ക് കേരളത്തിന് രക്ഷപ്പെട്ടിരിക്കും. അത് മാത്രമേ ഞാൻ കേരളം രക്ഷപ്പെടണമെങ്കിൽ ഹിന്ദുക്കളും രക്ഷപ്പെടണമെങ്കിൽ BJP വരണം. എങ്കിലേ ഒക്കുള്ളൂ. ഇല്ലാതെ ഈ കേരളത്തിനകത്ത് രക്ഷപ്പെടാൻ ജനങ്ങളുടെ സഹകരണം എത്രത്തോളം ഉണ്ടായി? ഇവിടെ ജനങ്ങൾ സഹകരിക്കുന്നുണ്ട്. ഇനി ആരെ മനസ്സ് എങ്ങനെയാണെന്നുള്ള പറയാനൊക്കില്ലല്ലോ. അതാണല്ലോ വോട്ടിന്. എല്ലാവരും പോവാന്ന് പറയും. അവസാനം കാണുമ്പോ വേറെ ഇതില്ല. അല്ലെങ്കിൽ പൈസയുടെ പറയുള്ളൂ. എന്താണ്? ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് വെല്ലുവിളിക്കാനൊന്നും ഞങ്ങൾ ആൾക്കാരല്ല. BJP നമ്മൾ മത്സരിക്കുന്ന മെമ്പറാണ് ആയിരിക്കുന്നത്. അപ്പം BJP കൃത്യമായിട്ടും ഇപ്പോൾ ഈ പ്രാവശ്യം ഭരണത്തിൽ വരും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുപോലെ LDF തൂത്തുവാരും കോൺഗ്രസ് തൂത്തുവാരും എന്നൊക്കെ പറയുന്നുണ്ട്. ജനങ്ങൾക്ക് മോദി സർക്കാർ എന്ത് ചെയ്തു കൊടുത്തിട്ടുണ്ടോ അത് വിലയിരുത്താൻ കഴിവുള്ള ആൾക്കാർ ഞങ്ങളെ ഈ കേരളത്തിൽ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും BJP സർക്കാർ ഭരണത്തിൽ വന്നിരിക്കും. അതിന് വനിതകൾ ഒന്നടങ്കം നിൽക്കുകയാണ്.
അല്ലാതെ LDF തൂത്തുവാരെന്നൊക്കെ പറയുന്നത് വെറും ചുമ്മയാണ്. അത് ഒരു ആവേശം കൊണ്ട് പറയുന്നതാണ്. പിന്നെ ആ ഭരണത്തിനെ കുറിച്ച് ഇപ്പം വിലയിരുത്തുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദുക്കൾ മൊത്തം ഉണർന്നിട്ടുണ്ട്. ശബരിമല കൊള്ളയടിച്ച ഇവരുടെ കൂടെ ഹിന്ദുക്കൾ നിൽക്കണോ? ആര് പറഞ്ഞ വിഷയമല്ലെന്ന്? തീർച്ചയായിട്ടും അത് വിഷയമാണ്. അവര് പറയുമ്പോൾ അല്ല, ഇപ്പം ജനങ്ങളെ മനസ്സിനകത്തുണ്ട് ഹിന്ദുക്കളെല്ലാം തറപറ്റിക്കുകയാണ്. ഉള്ള ക്ഷേത്രങ്ങൾ കംപ്ലീറ്റ് കൊള്ളയടിക്കുകയാണ്. അത് കഴിഞ്ഞ് ഈ പണം എടുത്താണ് അവരെ പാർട്ടിയെ വളർത്തുകയും പാർട്ടിക്കാർക്ക് തിന്നാൻ കൊടുക്കുന്നത്. അതാണ് നാടുപൂരം അവർ പ്രചരണം നടത്തുന്നത്. ഇത് ജനങ്ങളോട് പറയുന്നുണ്ടോ ഇപ്പൊ? തീർച്ചയായിട്ടും ഞങ്ങളത് ഉറപ്പിക്കുകയാണ്. ഞാൻ ഡാലിമോ വാർഡുകാരനാണ്. ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഡാലിമോ ഭരിക്കുന്നത്. ഇപ്രാവശ്യം BJP പിടിച്ചെടുക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പ് തരയാണ്. എന്താണ് അതിന്റെ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? ആശയം എന്തായാലും നല്ല വർക്ക് നടക്കുന്നു, നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ഈ നരേന്ദ്രമോദിയുടെ എല്ലാ ഇതും ഡാലിമോത്ത് കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് അടിപൊളിയായിട്ട് ഡാലിമോ വാർഡ് ഇപ്പം BJP പിടിച്ചെടുക്കും. അത് ഉറപ്പ്. പഞ്ചായത്തിലെ ഡാലിമോ വാർഡ് നമ്മളിപ്പോ BJP പിടിച്ചെടുക്കും. അതിന് മാറ്റമൊന്നുമില്ല. ശരി അരുണേ, ഇതാണ് കേട്ടോ വാഗ്വാദങ്ങൾ. യുവാക്കൾ ഓടുന്നു നമ്മളെ കണ്ടു. ഇങ്ങ് പോരെ. ഇപ്പൊ ഇവിടെ എല്ലാരും അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാഗ്വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. LDF മൊത്തം പിടിക്കും തൂത്തുവാരും എന്ന് പറയുന്നു. അവിടെ BJP-ക്കാരുണ്ട്, കോൺഗ്രസ് ഉണ്ട്. നമ്മളെല്ലാരും ഇവിടെയാണ് വന്ന് കഴിക്കുന്നത് എന്നുള്ള ഒരു വലിയ പ്രത്യേകത. തീർച്ചയായും അതാണ് ഇവിടെ. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാം പറഞ്ഞ് എത്തുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ പറയുന്ന സ്ഥലം. കാരണം ഇവിടെ ഒരു രാഷ്ട്രീയമില്ല. കാരണം അന്നത്തിന് മുമ്പ് രാഷ്ട്രീയമില്ല എന്ന് നമ്മൾ ജോണേട്ടൻ തന്നെ ഇവിടെ തെളിയിക്കുകയാണ്. കാരണം അദ്ദേഹം വളരെ സമ്പന്നമായി എല്ലാവരും സ്വീകരിക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ ഉള്ള ആൾക്കാരിവിടെ ഇരിക്കുന്നു. ഈ പറയുന്ന ആ സ്ഥാനാർത്ഥികൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യുന്നത് ഇവിടെ വന്നിട്ട് തീർച്ചയായും ആടികളും എല്ലാവരും എത്തുന്ന ഒരു സ്ഥലം തന്നെയാണിത്. പിന്നെ ഒരു ത്രികോണ മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ വെള്ളട ഗ്രാമപഞ്ചായത്ത് പ്രത്യേകിച്ച്. എന്നിരുന്നാലും ഈ സമയത്ത് ഇവിടെ എത്തുന്നു, ഉച്ചഭക്ഷണം കഴിക്കാൻ എത്തുന്ന ഒരു സ്ഥലം തന്നെയാണ്. സ്ത്രീകളുടെ വാർഡ് ആയാലും ഒരു സംവരണ വാർഡും കൂടിയാണ് അല്ലേ? സംവരണം അല്ല, ഇപ്രാവശ്യം ഇനി വരാൻ പോകുന്നത് വനിതാ പ്രസിഡന്റാണ് ഇവിടെ വരാൻ പോകുന്നത്. തീർച്ചയായും ഒരു മത്സരം ശക്തമാകുന്നുണ്ട്. ഇത് വർഷങ്ങളായി ഇവിടെ എന്താ പറയാ ബെറോട്ട ബേക്ക് ചെയ്യുന്ന ഒരാളാണ്. വളരെ ഇവിടുത്തെ ബെറോട്ട മാസ്റ്ററാണ്. പൊറോട്ട മാസ്റ്റർ പേരെന്താ? എന്താണ് ചേട്ടാ, രാഷ്ട്രീയക്കാരൊക്കെ വരുന്നുണ്ടല്ലോ ഇഷ്ടം പോലെ വരും, പക്ഷെ ഒരു പ്രതിരോധവും ഇല്ല. അതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ കാര്യങ്ങളാണ് നോക്കണത്. നമുക്ക് ജോണണ്ണ 1300 രൂപ ശമ്പളം തരും. വർഷം കുറെ ആയി ഇവിടെ വന്നിട്ട്, ബോണസും കിട്ടി. നല്ല നമ്മുടെ പിന്നെ സർക്കാർ നമ്മുടെ ജോണണ്ണാണ്. സർക്കാർ ജോണേട്ടനാണെന്നാണ് പറയുന്നത്. രാഷ്ട്രീയമൊക്കെ കേൾക്കാറുണ്ടോ? ഇവിടെ നിന്നൊക്കെ പറയാറുണ്ടോ? അവരെ എല്ലാരും പറയും. അതേപോലെ മൊത്തമായിട്ട് അവര് പറഞ്ഞിട്ടങ്ങ് പോവാതെ. അതെ, ഞാൻ വായിച്ചത് ഇമ്മാനൂർ കോളേജാണ്. റോഡ് സൈഡാണ് എന്റെ വീട്. പിന്നെ രാഷ്ട്രീയമുണ്ട്. പിന്നെ രാഷ്ട്രീയക്കാർ വന്ന് എന്റെ അടുത്ത് ഭയങ്കര സഹകരണമാണ്. ഇവിടത്തെ എന്ന് പറഞ്ഞാൽ എന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ പൊറോട്ട, ഇടിയപ്പം, ദോശ, ഒരട്ടി, അരി ഒരട്ടിയാണ്. എല്ലാം സ്പെഷ്യലാണ്. എപ്പോഴും വന്നാലും ഇവിടെ ഉണ്ടാവും. അപ്പൊ നടക്കട്ടെ ചേട്ടാ. അപ്പൊ അതാണ് ചേട്ടൻ പറഞ്ഞത്. അതാണ് കാടക്കോഴിയുണ്ട്, സ്പെഷ്യലാണ്. അധ്യാപകരും കൂടിയാണ്. ഓ നമസ്കാരം സാർ. എന്താണ്, എങ്ങനെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പൊ ഇവിടെ ക്യാമറ ഇങ്ങോട്ട് എന്തായി ഏതൊരു എത്തി കാര്യങ്ങൾ എന്നുള്ളതാണ്. ഇലക്ഷനൊക്കെ പുരോഗമിക്കുന്നുള്ളൂ. അതെ, സ്ഥാനാർത്ഥികളെല്ലാം അകത്തുണ്ട്. ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. അവിടെ രാഷ്ട്രീയവും ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷെ ചോദിക്കുമ്പോൾ അവർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഇവിടുത്തെ ഒരു ചർച്ച മൊത്തത്തിൽ എങ്ങനെയാണ്? നമ്മളെ നാടിന്റെ പ്രത്യേകതയാണ് അല്ലേ? വൈരാഗ്യങ്ങളും വൈരുദ്ധ്യങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും തമ്മിൽ കാണുമ്പോൾ അങ്ങനെ. അരുൺ എന്താ പഠിപ്പിച്ചേ? അരുൺ ഞാൻ 10ാം ക്ലാസ്സിൽ ശിഷ്യനെ കൂടെ കണ്ടതിന്റെ ഒരു സന്തോഷം അല്ലേ? വീട്ടിൽ വന്നതാണ്, തിരുവനന്തപുരത്താണ് താമസം, ഇങ്ങോട്ട് വന്നതാണ്. സർക്കാർ സ്കൂളിലാണ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ. എന്താണ് മാവ് കുഴച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എപ്പോഴാണ് തുടങ്ങുന്നത്? ഊണ് കഴിയുമ്പോ എല്ലാം ശരിയാവും. അത് വിറകാണല്ലേ? നമ്മുടെ വിറകെടുപ്പാണ്. ചെറിയ വിറവല്ല, ശരി ശരി, ചെറുതല്ല, നല്ല കട്ട വിറകാണിത്. അതാണ്. ചേട്ടാ, ഇവിടെ എല്ലാ സ്ഥാനാർത്ഥികളും എത്താറുണ്ടോ? എപ്പോഴൊക്കെയാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയം? ഇപ്പൊ തിരക്ക് കൂടുതൽ ഇവിടെയും ഉണ്ട്, എല്ലായിടും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. എൻ്റെ സ്ഥലം വെള്ളനാട്. അവിടെ ഇഷ്ടംപോലെ സ്ഥാനാർത്ഥികളുണ്ട്. അത് നമുക്ക് പ്രവർത്തനം എനിക്ക് പോകാൻ സമയമില്ല. ഇവിടെ ഞാൻ വന്നിട്ട് 4 മാസം വരെയായി. 4 മാസം കൊണ്ട് എല്ലാ കാര്യങ്ങളും തെലുങ്കാന ഭംഗി നടക്കുന്നുണ്ട്. രാത്രി 11:30 മണിയൊക്കെ ആവും കിടക്ക വയ്ക്കുമ്പോൾ. രാവിലെ ഇരിക്കും,
ഇവിടെ തന്നെ താമസിക്കും. ഇവിടെ തന്നെ താമസിക്കും. എന്തൊക്കെ വിഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ വരുന്ന ആൾക്കാർ ആവശ്യപ്പെടുന്നത്? ഇവിടെ എല്ലാവരും എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗമുണ്ട്. എല്ലാ കാര്യത്തിനും ആരും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ പോയി ആ ഹോട്ടലിനെക്കാളും നല്ല വിജയമുണ്ട് ഇവിടെ. അത് ഭംഗിയായിട്ട്. അതെ അതെ. ഇവിടെ സ്ഥിരം ആഹാരം കഴിക്കാൻ എത്തുന്ന ആൾക്കാരാണോ? കൊള്ളാം, നല്ല ഭക്ഷണം. ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം? പോർക്ക്. കാട്ടാക്കടയിലെ കൊള്ളാം, സജീവമായിട്ട് നടക്കാൻ. ആരാണ് കൂടുതൽ ശക്തി? പറയാൻ പറ്റില്ല. ഉണ്ട്. നമസ്കാരം. എങ്ങനെ സ്ഥിരം ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്താറുണ്ടോ? പാറശാല. അതെ, ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നത് വെള്ളോട്ടാ. ഫിനാൻസ് വർക്ക് ചെയ്യുക. അവിടെ ഇലക്ഷനൊക്കെ എങ്ങനെയുണ്ട് പാറശാല മണ്ഡലത്തിലേക്ക്? കുഴപ്പമില്ല, അത്യാവശ്യം നല്ല നിലയിൽ പോകുന്നുണ്ട്. പോകുന്നുണ്ട്. മഴയൊക്കെ വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരുന്നു. കുഴപ്പമില്ല, എന്നാലും എല്ലാം നല്ല നടക്കുന്നുണ്ട്. അതെ. പാറശാലത്തിന് ഇല്ല വെള്ളട്ട ഫിനാൻസിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. സ്ഥിരം ഭക്ഷണം കഴിക്കാൻ വരുന്നത്. ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ് ഇവിടെ? ഇവിടെ എല്ലും കപ്പയും ഫേവറേറ്റ്, നമ്മുടെ ഫേവറേറ്റ് അതാണ്. സ്ഥിരം വരുന്നത് കഴിക്കാനാണ്. കഴിക്കാനാണ്. ഇലക്ഷനൊക്കെ നന്നായി പോകുന്നുണ്ട്. പ്രചരണവും കാര്യങ്ങളെല്ലാം പോകുന്നു. എല്ലാം നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ്, എല്ലാ സ്ഥാനാർത്ഥികളും. വോട്ട് ചെയ്യാനുള്ള ആശങ്ക ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഒന്നിനൊന്ന് സ്ഥാനാർത്ഥികളോടുള്ള മുഖം നോക്കുമ്പോൾ ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ? ഇവിടുത്തെ ഭക്ഷണം സൂപ്പറാണ്. ഈ ജോണലുള്ളതുകൊണ്ടാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥികളെല്ലാം ആഹാരം കഴിച്ചു പോകുന്നത്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം? ഇഷ്ടപ്പെട്ടെന്ന് താറാവ്, പോത്ത് എല്ലാം സൂപ്പറാണ്. നമ്മൾ സ്ഥിരം ഇലക്ഷൻ വർക്കിന് വരുമ്പോൾ ഇവിടെ കൂടി കറങ്ങി, എൻ്റെ വാർഡ് പാടത്തിലൊക്കെയാണ്, ഇവിടെ കൂടി കറങ്ങി വരുമ്പോൾ ഇവിടുന്ന് ആഹാരം കഴിക്കുന്നു. ഇവിടെ ജോണലുള്ളതുകൊണ്ട് സ്ഥാനാർത്ഥികളെല്ലാം ആഹാരം കഴിച്ചു പോകുന്നു. കുഴപ്പമില്ല, നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ 5 റൗണ്ട് വർക്കായി. അതെ അതെ, ചൂട് പിടിച്ചു തുടങ്ങി. പന്നിയിറച്ചി, പന്നിയും മുയൽ. ഇല്ല, അത് നല്ലൊരു കാലാവസ്ഥയാണ്. തണുപ്പായിട്ട് നടക്കാമല്ല, ചൂടില്ല. അതുകൊണ്ട് അതെ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് നടക്കണമുണ്ട്. നമുക്കൊരു ആർട്ടിസ്റ്റിനെ കിട്ടിയിരിക്കുകയാണ്. 30 വർഷം കൊണ്ട് വരയ്ക്കാണ്. 30 മേൽ വരയ്ക്കാണ്. ഇപ്പൊ ചുമരെഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഞാൻ മണ്ണന്തല വാർഡില് ചെമ്പഴത്തി ഉദയന് എഴുതി കഴിഞ്ഞു. BV രാജേഷിന് കൊടുങ്ങോനേർ വാർഡ് എഴുതി കഴിഞ്ഞു. പിന്നെ പാങ്ങോട് വാർഡ് വിഷ്ണുമോഹൻ എഴുതി കഴിഞ്ഞു. ഇപ്പോഴ് സതീഷ് കുമാറിന് എഴുതിക്കൊണ്ടിരിക്കുന്നു. എല്ലാ പാർട്ടിക്കും രാഷ്ട്രീയം ഇല്ല നമുക്ക്. വർണ്ണം ചിഹ്നം എല്ലാം വരയ്ക്കും. അല്ല, ചിഹ്നം ഏതാ എളുപ്പമെന്ന് വരയ്ക്കാൻ? എല്ലാം വരയ്ക്കാൻ പറ്റും. താമര വരയ്ക്കാം. പിന്നെ താമര വരച്ചാണ് ശീലിച്ചത്, അതിനാണ് തുടങ്ങിയത്. അതുകൊണ്ട് എല്ലാം വരയ്ക്കാൻ പറ്റും. എനിക്ക് വോട്ടില്ല. എനിക്ക് തമിഴ്നാടാണ്. ഇവിടെ ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, അപ്പൊ നമ്മൾ ഒരാളുടെ സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞിട്ടാണ് പുള്ളിക്ക് വേണ്ടി വരയ്ക്കുന്നത് പറയുന്നത്. അപ്പൊ അവര് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം മുഴുവൻ വരച്ചു കൊടുക്കും. കോൺട്രാക്ട് ആണ് നമ്മൾ മൊത്തത്തിലെടുക്കുക. അപ്പൊ ആ പുള്ളിയുടെ പേരിലുള്ള, ആ സ്ഥാനാർത്ഥിയുടെ പേരിലുള്ള എല്ലാം ചെയ്ത ചേട്ടനാണ്. ഏകദേശം എത്ര വർഷമായിട്ട് ഇപ്പൊ ഉണ്ടെന്ന് പറഞ്ഞത്? 30 മുകളിൽ. അപ്പൊ ഏകദേശം എത്ര ചുമര്? അതായത് BJP സ്ഥാനാർത്ഥി ആദ്യം മുതൽ കേരളത്തിൽ നിൽക്കുന്നു അന്ന് മുതലേ ഞാൻ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അന്ന് എഴുതി തുടങ്ങിയതാണ്. അതെ. ഈ ഓരോ ചുമരിലും അടുത്ത ഓരോ വർഷം കഴിയുന്നതും 5 വർഷം കഴിയുമ്പോൾ മാറി മാറി വരുമല്ലോ. ഒരു തന്നെ പല പാർട്ടികളുടെ എഴുതിയിട്ടുണ്ടോ? പല അല്ലല്ല, ഞാൻ വന്നിട്ട് അങ്ങനെയല്ല. BJP ആണെങ്കിൽ രാജഗോപാലൻ എഴുതിയിട്ടുണ്ട്, കുമ്മനം രാജശേഖരൻ എഴുതിയിട്ടുണ്ട്, ശോഭാ സുരേന്ദ്രൻ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കാൻഡിഡേറ്റ് ഏതാണോ അതിന് കണക്കാക്കി എഴുതിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. ഞാൻ ഇപ്പോൾ അവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടെ പെയിന്റ് ഒക്കെ ഉണ്ട് മൊത്തത്തിൽ. ഇപ്പൊ രേണുക ഇരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് എഴുതുന്നു. ജിജി ലാൽ എന്ന സ്ഥാനാർത്ഥി. പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ടോ എഴുത്തില്? ചിലപ്പോൾ ഞാൻ ബ്ലൂറസെന്റിൽ ചിലപ്പോൾ ഞാൻ കുമ്മനം രാജശേഖരൻ എഴുതുമ്പോൾ അങ്ങേരെ പടം വരച്ചാണ് ചെയ്തത്. ഓരോ ചുമരിനും പടം വെച്ചാണ് ചെയ്തത്. ഓ രാജഗോപാലിന് ചെയ്തപ്പോഴും അങ്ങനെയാണ് ചെയ്തത്. പിന്നെ നമുക്ക് സമയം എങ്ങനെയാണോ അത് കണക്കാക്കി ചെയ്യും. ഇവിടെ വന്ന് തുടങ്ങിയുള്ളൂ. പിന്നെ മഴയാണ് നമ്മുടെ ബുദ്ധിമുട്ടിച്ചത്, വില്ലനായി വന്നത്. അല്ലെങ്കിൽ മഴ അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി വാർഡ് കോർപ്പറേഷനിലുണ്ടായിരുന്നു. എന്നാലും 4 കംപ്ലീറ്റ് ആയി ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരി കേട്ടോ, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. അപ്പൊ നമുക്ക് ഇവിടുത്തെ രാഷ്ട്രീയത്തെ കാട്ടി പറയാനുള്ളത് ഭക്ഷണത്തിന്റെ രാഷ്ട്രീയമാണ് ഇവിടുത്തെ ഈ കടയിൽ നിന്ന് തരാനുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഗംഭീരം. നമ്മുടെ കണ്ണൂർ കോണത്തെ നാടൻ ഭക്ഷണശാലയിൽ നിന്നുള്ള രാഷ്ട്രീയ വിശേഷങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. നാട്ടിലോട്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ? പുതിയൊരു തരത്തുനിന്ന് വീണ്ടും കാണുന്നവരെ ബൈ.